ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ 2007 മോഡൽ വണ്ടിയാണ്. ഇതിപ്പോൾ ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എൻജിൻ നോക്കിങ് സൗണ്ട് കൂടുതൽ. എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഐഡ്ലിങ് ഇടുമ്പോൾ തന്നെ കട്ട 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 എന്നൊരു അടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡീസൽ കൂടുതലായിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു കംപ്ലൈൻറ്റും കസ്റ്റമർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ റെയിലിൽ വരുന്ന ഒരു ഡീസലിൻ്റെ ലൈൻ ഉണ്ട്. ആ ലൈൻ ലീക്ക് ആയതുകൊണ്ടാണ് ഡീസലിൻ്റെ കൺസപ്ഷൻ വരുന്നത്. ആ ലീക്ക് കൊണ്ട് തന്നെയാണ് ഈ നോസിലിൻ്റെ സൗണ്ടും നോക്കിങ് സൗണ്ട് കിട്ടുന്നത്. നമുക്കൊന്ന് ആ റെയിലിൻ്റെ നെറ്റൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കിയിട്ട് ക്ലിയർ ആവുകയാണെങ്കിൽ ഓക്കെ. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോസിൽ അഴിച്ചിട്ടൊന്ന് ചിലപ്പോൾ ഒന്ന് സർവീസ് ചെയ്യേണ്ടി വരും. ആ നോക്കിങ് സൗണ്ട് നോസിൽ നിന്നാണ് ആ സൗണ്ട് വരുന്നത്. പിന്നെ ഒരു മെയിൻ കംപ്ലൈൻറ്റ് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഐഡിൽ ഇട്ടിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഇടുമ്പോൾ നല്ല ടൈറ്റ്. ആ ടൈറ്റ് വരുന്നത് ക്ലച്ച് ഈ അടുത്ത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ ആ ടൈറ്റ് ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ്. ഇനിയിപ്പോൾ മാറ്റിയ ക്ലച്ചാണെന്നുണ്ടെങ്കിലും നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് എപ്പോഴും ക്ലച്ച് ഇടുമ്പോൾ പ്രത്യേകം, ഇപ്പോൾ ഞാനൊക്കെ ലൂക്ക് തന്നെയാണ് എപ്പോഴും ഇട്ട് കൊടുക്കുന്നത്. ലൂക്കിനൊന്നും ഒരു കംപ്ലൈൻറ്റ് ഇല്ല. എങ്കിലും നമ്മൾ കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഫിംഗർ എല്ലാം കറക്റ്റാണെന്നുള്ളത് മെയിനായിട്ട് ചെക്ക് ചെയ്യാനേ വേണം. ചെക്ക് ചെയ്തിട്ടേ കയറ്റാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ടൈറ്റ് വരാം. നമ്മൾ ലൂക്കിൻ്റെ ക്ലച്ച് ഇടുമ്പോഴും 1-2 വണ്ടികൾക്കൊക്കെ നമുക്ക് ഈ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഗിയർ ഇടുമ്പോൾ ഗിയർ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. വീഴാൻ ഒത്തിരി പ്രയാസം. റിവേഴ്സ് ഗിയർ ഓൾറെഡി നമുക്ക് മറ്റേ എന്താ പറയുക, ഇന്നോവയ്ക്ക് കുറച്ച് ടൈറ്റ് ഉണ്ടാവും. ഇതിൻ്റെ പൊതുവെ എല്ലാ ഇന്നോവയ്ക്കും റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ മാത്രം ചെറിയൊരു ടൈറ്റ് വരും. അപ്പോൾ ആ സമയത്ത് ചില ആളുകൾ കസ്റ്റമർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിവേഴ്സ് ഗിയർ ഈ കംപ്ലൈൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ടിട്ട് അങ്ങനെ റിവേഴ്സ് ഇടുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പതിവ്. പക്ഷേ അങ്ങനെയല്ല ഇത് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ക്ലച്ച് ചവിട്ടി വിട്ട് ഒന്നുകൂടെ ക്ലച്ച് ചവിട്ടി വിട്ടിട്ട് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് വീണോളും. വേറെ പ്രത്യേകിച്ച് സീനോ ടൈറ്റോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മെയിനായിട്ട് ഈ ആഫ്റ്റർ മാർക്കറ്റ് ക്ലച്ച് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഫിംഗറും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും കയറ്റി ഇറക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത് പ്രത്യേകം ചെയ്യുക. അപ്പോൾ ഇത് ക്ലച്ച് മാറിയതിൻ്റെ ഇല്ലാന്നുണ്ടെങ്കിൽ പ്രഷർ പ്ലേറ്റിൻ്റെ ഡിസെൻഗേജ് ആവാത്തതിൻ്റെ ഒരു ടൈറ്റ്നെസ്സാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇതേ ടൈറ്റ് നമുക്ക് ഫ്ലൈ വീൽ ബെയറിംഗ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതേ ടൈറ്റ് നമുക്ക് കാലിലേക്ക് ഫീൽ ചെയ്യും. ഗിയർ ടൈറ്റ് ഫീൽ ചെയ്യും. ഇതാണ് അപ്പോൾ ഐഡിലാണ് വണ്ടി. ഇതാണ് അവസ്ഥ. നമുക്ക് ഗിയർ വീഴില്ല. പിന്നെ പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീഴും. നല്ല ടൈറ്റാണ്. ഒരു ഗിയർ മാത്രമല്ല, എല്ലാ ഗിയറും ടൈറ്റാണ്. അത്യാവശ്യം നല്ല ടൈറ്റ് തന്നെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നല്ലോണം ബുഷ് വീക്കായിട്ടുണ്ട്, കട്ടായിട്ടുണ്ട്. ഫ്രണ്ട് സസ്പെൻഷൻ പണികളുണ്ട്. അങ്ങനെ കുറച്ച് റയർ കംപ്ലൈൻ്റ് ആണ് പുറത്തുനിന്നാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും പക്ക നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് തന്നെ ഗിയറും അതുപോലെ തന്നെ ആ നോക്കിങ് സൗണ്ടാണ് മെയിൻ കംപ്ലൈൻറ്റ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫുൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറിനെ അറിയിച്ചിട്ട് ഇന്ന കംപ്ലൈൻറ്റ് വണ്ടിക്കകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കംപ്ലൈൻറ്റ്. ഫ്രണ്ട് സസ്പെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. സ്റ്റാർ ജോയിൻറ്റ് പോയിട്ടുണ്ട്. 3 സ്റ്റാർ ജോയിൻറ്റ് നല്ല ഷേക്ക് ഉണ്ട്. പിന്നെ അതുപോലെ റിയറിലെ ഷോക്ക് പോയിട്ടുണ്ട്. പിന്നെ ഓയിൽ ലീക്ക് ഉണ്ട്, ഡീസൽ ലീക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ടൈറ്റും നോക്കിങ് സൗണ്ടും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വണ്ടിയിൽ വർക്കിനായിട്ടുള്ളത്. എന്തായാലും നമുക്ക് കയറ്റിയിട്ട് ഞാനിതെല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. എന്തൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ വൈൻഡറിനും ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. നമുക്ക് ഫുള്ള് കയറ്റുമ്പോൾ വേണ്ട വൈൻഡർ സ്ലിപ്പാവാണ്, മോട്ടോർ സ്ലിപ്പാവാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കിയിട്ടൊന്ന് ക്ലിയർ ആക്കി കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പം. അപ്പോൾ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ വർക്ക് അങ്ങനെയുള്ള വണ്ടികൾ മാത്രം, മെക്കാനിക്കൽ, ഇലക്ട്രിക്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആക്സസറീസ് വർക്ക്, അങ്ങനെയുള്ള വണ്ടികൾ മാത്രമേ ഞാനിപ്പോൾ എടുത്ത് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള പെയിൻറ്റിങ്, ടിങ്കറിങ് ഒക്കെ വർക്ക് നമുക്ക് അത്യാവശ്യം നല്ല ലോഡുണ്ട്. കുറച്ച് ദിവസം തന്നെ നിന്ന് ചെയ്യാനുള്ള ലോഡുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആര് വരികയാണെന്നുണ്ടെങ്കിലും
പെയിൻറ്റിങ്ങും ടിങ്കറിങ് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊണ്ടുവരണ്ട. ജൂൺ, ജൂലൈ, ഓഗസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോഴത്തേക്കും ഞാൻ എടുത്ത വണ്ടികൾ കംപ്ലീറ്റും എനിക്ക് റിലീസ് ചെയ്യണം. എല്ലാവരുടെ വണ്ടിയും അർജൻറ്റാണ്. എല്ലാവരുടെ വണ്ടി ഇവിടെ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട്. 48 വണ്ടിയോളം കോളീസ് കിടക്കുന്നുണ്ട് ചെയ്യാനായിട്ട്. രാവും പകലും ഇല്ലാതെ ഓടി ചെയ്യുന്നുണ്ട്. പോളിസിൻ്റെ വർക്കായതുകൊണ്ട് പാർട്സ് കിട്ടാനുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ. പിന്നെ അതുപോലെ തന്നെ വർക്ക്ഷോപ്പിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അതിപ്പോൾ ഇന്ന് ഒരു 10 ആളിനെ വിളിച്ച് നിർത്തി ചെയ്താലും അതിൽ 5 ആൾ ഓരോരോ ദിവസം ലീവായിരിക്കും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് കൊടുക്കാനോ പ്രതീക്ഷിച്ച സമയത്ത് വർക്കുകൾ തീർക്കാനോ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ വണ്ടികൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വണ്ടികൾ കംപ്ലീറ്റ് റിലീസാക്കിയിട്ടേ നമ്മൾ ഇനി അടുത്തൊരു വണ്ടി പാച്ചിനായാലും ടിങ്കറിങ്ങിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ആ വർക്കിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 1 ആയിട്ട് വിളിച്ചാൽ മതി. അല്ലാതെ വിളിക്കേണ്ട. വിളിച്ചാൽ നമുക്ക് ഇവിടെ അതിനനുസരിച്ചുള്ള ഒഴിവില്ല. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. വേറൊന്നും കൊണ്ടല്ല, ഇത് അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ടാണ് നമുക്ക് പറ്റാത്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വണ്ടി അത്യാവശ്യമാണ്. നമ്മൾ പിടിച്ചിടുന്നതിലും കാര്യമില്ല. അതുകൊണ്ട് പെയിൻറ്റിങ്ങും ടിങ്കറിങ്ങും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഡേറ്റ് ആകുമ്പോൾ വന്നാൽ മതി. മെക്കാനിക്കൽ വർക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടി പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്ത് തരാം, കുഴപ്പമില്ല. നമുക്ക് മെക്കാനിക്കൽ സെക്ഷൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പാർട്സുകൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരാൻ പറ്റും. മറ്റുള്ള വർക്കുകൾ എന്തായാലും ഡിലേ ആവും. അത് ചെറിയ ടച്ചപ്പ് ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അത് ഡിലേ ആവും. അത് അനുസരിച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ ഇതുപോലെ ഇന്നോവയുടെ കാര്യത്തിൽ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കിയാൽ തന്നെ കറക്റ്റ് കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ പാർട്സിൽ നിന്നും ഏതൊക്കെ രീതിയിലുള്ള സൗണ്ടാണ് വരുന്നത്, ഏത് രീതിക്കാണ് വർക്കിംഗ് ആവുന്നത്, നമ്മൾക്ക് ഓടിച്ചാൽ തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും